ഇപ്പോൾ ലൂസിഫർ കഴിഞ്ഞ് എമ്പുരാൻ വരുമ്പോൾ എനിക്ക് പ്രൊമോഷൻ കിട്ടിയ ആക്ടർ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഷൂട്ടിംഗ് അല്ലാത്ത സമയത്ത് നമ്മളോട് എപ്പോഴും ഒരു 2000 ജൂനിയർ ആർട്ടിസ്റ്റും ഒരു 4-5 ഹെലികോപ്റ്ററും അപ്പോൾ ഇങ്ങനെ ഒരു ഭയങ്കര സെറ്റപ്പ് ആയിരുന്നു. അതുകൊണ്ട് ഇതൊക്കെ കണ്ട് എൻജോയ് ചെയ്യാനേ സമയം കിട്ടിയിട്ടുള്ളൂ. ആ കൊട്ടാരത്തിൽ നമ്മൾ കയറണമെങ്കിൽ പെർ ഹെഡ് നിയർലി 50,000 അടയ്ക്കണം. അപ്പോൾ നമ്മുടെ സിനിമയുടെ ക്രൂ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച്, അതായത് 300 വരെ 400 വരെയുള്ള ക്രൂ ആണ്. മഞ്ജു ചേച്ചി ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ രാജുവേട്ടൻ സ്ക്രിപ്റ്റ് പറയുമ്പോൾ നമുക്ക് തിരിച്ച് ഡൗട്ട് ഒന്നും ചോദിക്കേണ്ട ആവശ്യം വരത്തില്ല. മഞ്ജു ചേച്ചിയെ സംബന്ധിച്ച് ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ആർട്ടിസ്റ്റാണ്, അതുകൊണ്ട് സംശയം ഉണ്ടാവില്ല. എന്നെ സംബന്ധിച്ച് എന്തായാലും 150 സംശയമായിരിക്കും. എമ്പുരാനിലും ഉണ്ട്, വീരധീര സൂര്യയിലുണ്ട്. ഇതിൽ ഈ 2 സിനിമയിലുള്ള ആളുകൂടെ അഭിനയിച്ച ആളാണ് ഞാൻ. ഋഷിഭൻ വന്നിട്ട് മറ്റേവരൊക്കെ ഞെട്ടിപ്പോയല്ലോ, എന്തായാലും സംഭവം പറഞ്ഞ സീൻ തന്നില്ലേ, ആ ഡയലോഗ് ഇരുന്ന് പഠിച്ചു കേട്ടോ. ലൂസിഫർ കണ്ട സമയത്ത് മനസ്സിലായതാണ് പെർഫെക്ഷനിസ്റ്റ് ആണ് അദ്ദേഹത്തിന്റെ സിനിമയെ കുറിച്ച്. ഞാൻ നായകനായിട്ടുള്ള സിനിമയിൽ ആ പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യാൻ വന്ന ആളാണ് രാജു. ഈ ഹോസ്റ്റ് ചെയ്യാൻ കണ്ടിട്ട് പിന്നെയും വന്ന് പറഞ്ഞു, സൂക്ഷിച്ചു വെച്ചോളൂ, ലക്ഷങ്ങളിലൊരു ആ പയ്യനാണ്, കൂടെ നിൽക്കണം കട്ടയ്ക്കെന്ന് എന്നെ അടുത്ത് പറഞ്ഞിരുന്നു. രാജു നല്ല ഡാൻസറാണ്. അപ്പം മാസ്റ്റർ വന്നിട്ട് രാജു ഇതും കൂടെ ചെയ്ത്, അപ്പോൾ പറയും എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റില്ല. സോഷ്യൽ മീഡിയയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ തരത്തിലുള്ള നെഗറ്റീവ് കമന്റ്സ് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഒരു പൊളിറ്റിക്കൽ ഇത് പറയുന്ന സിനിമയാണ്, അപ്പോൾ വിമർശനങ്ങളുണ്ടാവും. സിനിമയായിട്ട് കാണുക. വെൽക്കം ടു സിൽവർ സ്ക്രീൻ. ഇന്ന് നമ്മോടൊപ്പം ചേരുന്ന സെലിബ്രിറ്റി ഗസ്റ്റ് നമുക്ക് ഏവർക്കും സുപരിചിതനും പ്രിയങ്കരനുമായിട്ടുള്ള മണിക്കുട്ടൻ ചേട്ടനാണ്. വെൽക്കം ചേട്ടാ. താങ്ക് യു ചേട്ടാ. ആദ്യം തന്നെ എന്തിന്ന് തുടങ്ങാം? ഏതായിരിക്കും ഞാൻ ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ? ഇഷ്ടമുള്ള ചോദിച്ചോ, ഞാൻ എന്തിനും റെഡി ആയിട്ടാണ് വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് എമ്പുരാൻ വിശേഷങ്ങൾ തന്നെ നോക്കാം. പറഞ്ഞോളൂ, എങ്ങനെയായിരുന്നു എമ്പുരാന്റെ ആ ഒരു സെറ്റ്, അല്ലെങ്കിൽ എമ്പുരാൻ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? എനിക്ക് തോന്നുന്നു ഞാൻ ലൂസിഫറിൽ ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൂസിഫർ കഴിഞ്ഞ് എമ്പുരാൻ വരുമ്പോൾ എനിക്ക് പ്രൊമോഷൻ കിട്ടിയ ആക്ടർ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം ഒരു സിനിമയിൽ ഡബ് ചെയ്യുക, അതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് വലിയ സന്തോഷമുണ്ട്. കാരണം മണി എന്നാണ് ഈ ക്യാരക്ടറിൻ്റെ പേര്. എനിക്ക് കൂടുതലും സുരാജ് ചേട്ടനായിട്ടാണ് കോമ്പിനേഷൻ. പിന്നെ പൃഥ്വിരാജ് ഡയറക്ടർ സാർ, അദ്ദേഹത്തിനോടൊപ്പം ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഡയറക്ടർ ആകുമ്പോഴത്തേന് ക്യാമറയുടെ പിന്നിൽ നിൽക്കുന്ന സമയത്ത് മുന്നിൽ നിന്ന് അഭിനയിക്കാൻ സാധിച്ചതിൽ ഒരു സന്തോഷമുണ്ട്. പിന്നെ മുരളി ഗോപിച്ചേട്ടൻ, അദ്ദേഹവുമായിട്ടുള്ള 2ാമത്തെ സിനിമയാണ് കമ്മാര സംഭവത്തിന് ശേഷം. പിന്നെ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ലാൽ സാർ, അദ്ദേഹം ഞാൻ വലിയൊരു ലാലേട്ടൻ ഫാനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിൽ നമ്മളെന്താ പറയണ്ടേ, നമ്മൾ കാത്തിരുന്നൊരു കഥാപാത്രമാണ് ഈ ലൂസിഫർ എന്ന് പറയുന്ന സമയത്ത്. ഇപ്പം സ്റ്റീഫൻ നെടുമ്പള്ളി, അതിൽ നിന്ന് ഖുറേഷി അബ്രഹാം എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ കാണാനായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു സിനിമ തന്നെയാണ് എമ്പുരാൻ. ലോകത്തിലുള്ള എല്ലാ മലയാളി പ്രേക്ഷകരും അല്ലെങ്കിൽ സിനിമ ഇഷ്ടപ്പെടുന്ന ആരാധകരെ പോലെ ഞാനും വെയിറ്റ് ചെയ്തിരുന്നൊരു സിനിമയാണ് എമ്പുരാൻ. അതിലൊരു ഭാഗം വെച്ചാൽ വലിയ സന്തോഷം. ഓക്കെ, കണ്ടായിരുന്നു, മൂവി കണ്ടായിരുന്നു. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു? ഒരുപാട് ചോദ്യം ചോദിക്കില്ല, ഇന്ന് റിവീൽ ചെയ്യാൻ സാധിക്കില്ല. ഐ നോ റെസ്ട്രിക്റ്റഡ് ആണെന്ന് അറിയാം, എന്നാലും നമുക്ക് ചെറിയ വിശേഷങ്ങൾ റിലീസ് ആയല്ലോ, കുഞ്ഞു കാര്യങ്ങൾ. അതെ, നമുക്ക് ആ റിവീൽ ചെയ്യാൻ പറ്റാത്ത വിശേഷങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പൊ എനിക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിലും പരിമിതിയുണ്ട്. ഇൻ കേസ് റിപ്ലൈ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണേലും ചോദിച്ചു, അതിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞാൽ പോലും. ഉത്തരം പറഞ്ഞാലല്ലേ കറക്റ്റ്. പറ്റാത്തതിന് ഉത്തരം വേണ്ട, കുഴപ്പമില്ല. ഇതിലെ ഒരു ക്യാരക്ടർ ചേട്ടൻ പ്ലേ ചെയ്തപ്പോൾ എന്തെങ്കിലും ചലഞ്ചസ് ഉണ്ടായിരുന്നോ? എത്രത്തോളം ഉണ്ടായിരുന്നു ഒരു ക്യാരക്ടറിന്റെ ഒരു സ്പേസ്? എങ്ങനെ ഉണ്ടായിരുന്നു? സുരാജ് ചേട്ടനായിട്ടായിരുന്നു കോമ്പിനേഷൻ എന്ന് പറഞ്ഞു, എങ്ങനെ ഉണ്ടായിരുന്നു സുരാജ് ചേട്ടനായിട്ടുള്ള ഒരു ആക്ടിങ് എക്സ്പീരിയൻസ്? ഇല്ല, ഇതിലിപ്പം ഞാൻ ഈ മണി എന്നുള്ള ക്യാരക്ടർ ചെന്ന സമയത്ത് ഇപ്പോൾ സാധാരണ ഞാൻ കുറച്ച് ഫിസിക്കൽ കോൺഷ്യസ് ആണ്, ഈ പറയുന്ന പോലെ ബോഡി ബിൽഡിങ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഒരു രാഷ്ട്രീയക്കാരനാണ്. അപ്പോൾ രാഷ്ട്രീയക്കാരൻ ഇങ്ങനെ ഒരു ഫിസിക്കൽ ഇതുള്ള രാഷ്ട്രീയക്കാരനാകുമ്പോഴത്തേന് എനിക്ക് ചില സംശയം ഉണ്ടാകും, ഇനിയിപ്പം എന്താണ് ഡയറക്ടർ പറയുക. അത് എന്നെ ഫസ്റ്റ് കംഫോർട്ട് ചെയ്തത്, നമ്മൾ ഇത് ടെസ്റ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഈ കോസ്റ്റ്യൂം ടെസ്റ്റും മേക്കപ്പ് ടെസ്റ്റും വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് മേക്കപ്പൊക്കെ ഇട്ട് വന്ന സമയത്ത് 2 പേർ കുറച്ച് മസിലുള്ള നേതാവെന്ന് എന്ന് 2 പേര് പറഞ്ഞു. പക്ഷേ ഞാൻ ഡയറക്ടറിൻ്റെ ഫ്രണ്ട് എത്തിയ സമയത്ത് അദ്ദേഹം എന്നെ അത് ഭയങ്കരമായിട്ട് എന്നെ കൺവിൻസ് ചെയ്യിച്ചു. കാരണം പുള്ളി ഫസ്റ്റ് കണ്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് മണിക്കുട്ടനിൽ നിന്ന് ഇതുവരെ കാണാത്തൊരു രാഷ്ട്രീയക്കാരുണ്ടാവുമല്ലോ, ഒരു യുവ നേതാവ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പൊതുവേ കാണുന്ന ഒരു രാഷ്ട്രീയ നേതാവല്ല, യുവ നേതാവ്, കുറച്ചൊരു ഇതായിട്ടുള്ള ഫിസിക്കൽ എന്തിനും ആക്റ്റീവായിട്ടുള്ള രാഷ്ട്രീയക്കാർ ആക്റ്റീവാണ്, പക്ഷെ കുറച്ചും കൂടെ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന രീതിയിൽ അങ്ങനെ ഒരു കോൺഫിഡൻസ് എനിക്ക് നൽകി. അപ്പം നമുക്ക് ഓക്കെ, ഡയറക്ടർ പറഞ്ഞു തരുന്നു ഇനിയിപ്പം. അപ്പം ആദ്യം അങ്ങനെ ഒരു കോൺഫിഡൻസ് ഡയറക്ടർ തരുന്ന സമയത്ത് നമ്മൾ ഹാപ്പിയാണ്. പിന്നെ വേറെ ചോദ്യങ്ങളും കാര്യങ്ങളൊന്നുമില്ല, ഇതാണ് എൻ്റെ ക്യാരക്ടർ എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അത് തന്നെ എനിക്കൊരു ഭയങ്കര സന്തോഷമായിട്ട് തോന്നി. പിന്നെ പൃഥ്വിയെ സംബന്ധിച്ച് അദ്ദേഹം എല്ലാ കാര്യത്തിലും വളരെ പെർഫെക്ഷനിസ്റ്റാണ്. മീൻസ് പിന്നെ രാജുവിൻ്റെ അടുത്ത് സംസാരിച്ച സമയത്ത് നമുക്ക് മനസ്സിലായി, അത് നമ്മൾ ലൂസിഫർ കണ്ട സമയത്ത് മനസ്സിലായതാണ്. ഞാൻ അതിൽ ഡബ് ചെയ്യാൻ പോയ സമയത്ത് അനീഷ് ജി മേനോനാണ് ഞാൻ ഡബ് ചെയ്തത്. അനീഷ് വളരെ ബ്രില്യൻ്റ് ആക്ടറാണ്, നന്നായി ഡബ് ചെയ്യുന്ന ആർട്ടിസ്റ്റുമാണ്. പക്ഷേ അദ്ദേഹത്തിന് ട്രിവാൻഡ്രം സ്ലാങ്, അദ്ദേഹത്തിൻ്റെ കോമ്പിനേഷൻ ബൈജു ചേട്ടനോടൊപ്പമാണ്.
അതെ. അപ്പോൾ ബൈജു ചേട്ടൻ്റെ കൂടെ ട്രിവാൻഡ്രം സ്ലാങ് പിടിച്ചിരിക്കണമെങ്കിൽ ഏതാണ്ട് അതിൻ്റെ അടുത്ത് പറഞ്ഞ ആരെങ്കിലും വേണം. അപ്പം അതിൽ തന്നെ അവർ ഞാനും ഞങ്ങളൊക്കെ ഒരുപാട് യാത്ര ചെയ്യുന്ന ഈ പ്രോഗ്രാം അമ്മ ഷോയുടെയും പിന്നെ ഷൂട്ടിംഗ് സമയത്തൊക്കെ യാത്ര സമയത്ത് ഞാൻ സംസാരിക്കും വേണ്ടി ട്രിവാൻഡ്രം സ്ലാങ് കയറി വരും. അപ്പോൾ പലരും കളിയാക്കുന്ന സമയത്ത് തമാശയുടെ പേരിലാണ്. അപ്പം രാജു അധികം സംസാരിക്കാറില്ല, പക്ഷേ എന്നെ ഇതിൽ ഡബ് ചെയ്യാൻ വിളിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം അദ്ദേഹം അത് നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മളുടെ പ്ലസ് പോയിന്റ്സ് എവിടെയൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഈ ഡബ് ചെയ്യാൻ സമയത്ത് എനിക്ക് മനസ്സിലായി അദ്ദേഹം ഒരു പെർഫെക്ഷനിസ്റ്റ് ആണ് അദ്ദേഹത്തിൻ്റെ സിനിമയെക്കുറിച്ച്. അത് വിനീതേട്ടൻ ഡബ് ചെയ്ത സമയത്തും അതായത് ബോബി നമ്മുടെ ഇയാൾ ചെയ്ത ക്യാരക്ടർ ഉണ്ടല്ലോ, വിവേക് ഒബ്രോയ് ചെയ്ത ക്യാരക്ടർ, അതൊക്കെ അപ്പോൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നമ്മൾ അഭിനയിച്ചാൽ മതി, അല്ല നമ്മളായിട്ട് പ്ലസ് ആയിട്ട് ഒന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഈ പറയുന്ന പോലെ ഞാൻ എന്നെ തന്നെ ഒരു ആക്ടിങ് സ്റ്റുഡൻ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഒരു ആക്ടിങ് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് പൃഥ്വി എന്നൊരു ഡയറക്ടറിനോട് അല്ലെങ്കിൽ ഒരു കോ ആർട്ടിസ്റ്റിനോട് അഭിനയിക്കുന്ന സമയത്ത് നമുക്കൊരു യൂണിവേഴ്സിറ്റിയാണ്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും. അപ്പോൾ അത് മാത്രമാണ് എനിക്ക് എന്താ പറയണ്ട, ആ പറയുന്ന കാര്യങ്ങൾ അതേപോലെ ചെയ്യുക എന്നുള്ളത് മാത്രമേ ചാലഞ്ചിങ് ഉള്ളൂ, അല്ലാതെ ഞാൻ പുതിയതായിട്ടൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പോൾ ക്യാരക്ടർ കുറച്ച് നെഗറ്റീവ് ആയിരുന്നോ അതോ കുറച്ച് പോസിറ്റീവ് ആയിരുന്നോ? എന്തായിരുന്നു ചേട്ടൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഇത് നെഗറ്റീവോ പോസിറ്റീവോ എന്നല്ല, നമ്മൾ ഓരോ കഥാപാത്രം ഒരു വ്യക്തികളുടെ ഒരു സാഹചര്യം സിറ്റുവേഷൻ ആണല്ലോ അദ്ദേഹത്തെ പോസിറ്റീവോ നെഗറ്റീവോ ഒക്കെ ആക്കുന്നത്. നമ്മൾ നെഗറ്റീവ് തോന്നിക്കുന്ന സീനുകളുണ്ടാവാം, പോസിറ്റീവ് എന്ന് തോന്നിക്കുന്ന സീനുകളുണ്ടാവാം, ഹ്യൂമർ തോന്നിക്കുന്ന സീനുകളുണ്ടാവാം. അപ്പം ഞാൻ പറയാം, ഒരു ആക്ടിങ് സ്റ്റുഡൻറ്റിന് ഇങ്ങനെ ഒരു ട്രാവലിംഗ് ഉള്ള ഒരു ക്യാരക്ടറാണ്. നമ്മൾ ഒരുപാട് സീനൊന്നും ചെയ്തില്ലെങ്കിലും ഉള്ള സീനുകൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പ്രേക്ഷകരെ പോലെ തന്നെ സിനിമ ഇൻഡസ്ട്രിയിലുള്ളവരും കാത്തിരുന്ന സിനിമയാണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് ഈ സിനിമ ചെയ്യുന്ന സമയത്ത് ഈ ക്യാരക്ടർ മനോഹരമായിട്ട് ചെയ്യണം, അത് ഡയറക്ടർ പറയുന്നത് ചെയ്താൽ മതി. ഇത് കണ്ടിട്ട് 2-3 സിനിമയിൽ വിളിക്കണം, അതാണ് നമ്മുടെ മെയിൻ അജണ്ട. അതെ നമ്മൾ എല്ലാ സിനിമ ചെയ്യുമ്പോഴും അത് തന്നെയാണല്ലോ. കാരണം എനിക്ക് ആക്ടിങ് പഠിക്കാനായിട്ടുള്ള സാഹചര്യമൊന്നും കിട്ടിയിട്ടില്ല. നമ്മൾ വളർന്നു വന്ന സാഹചര്യം അങ്ങനെ ആയിരുന്നു. ഒരുപാട് പേർക്ക് അങ്ങനെ ഭാഗ്യം കിട്ടിയിട്ടുണ്ടാകും പഠിച്ചിട്ടുള്ള, അവരെയൊക്കെ ഞാൻ ഭാഗ്യവാന്മാരായിട്ട് കണക്കാക്കുന്നു. ഞാൻ എൻ്റെ വീട്ടിലല്ല, ഞാൻ വേറെ വീട്ടിൽ നിന്നാണ് പഠിച്ചതൊക്കെ. അപ്പോൾ നമ്മൾ സ്കൂളിങ് സമയത്തൊക്കെ. അപ്പോൾ നമുക്കത് പഠിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഞാനിപ്പോൾ ഇനിയിപ്പോൾ പോയി പഠിച്ചിട്ട് വരാനും സമയമില്ല, കാരണം അതിന് വലിയൊരു പ്രോസസ്സാണ്, എളുപ്പം പോയി പഠിച്ചിട്ട് വരുന്ന കാര്യമില്ല. ഇന്നിപ്പോൾ നമ്മൾ മുന്നേയും ഇപ്പോഴും സിനിമയെ നോക്കി കഴിഞ്ഞാൽ ഭയങ്കര ടാലൻറ്റ്സ് ആയിട്ടുള്ള ആൾക്കാരാണ്, യങ് ജനറേഷൻ ഭയങ്കര ടാലൻ്റ് ആയിട്ടുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞു. ഇനി വരാനായിട്ട് എന്നേക്കാൾ ടാലൻ്റ് ആയിട്ടുള്ള ആൾക്കാർ നിൽപ്പുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ച് ഇതുപോലുള്ള ഡയറക്ടേഴ്സ്, ഇതുപോലുള്ള കാസ്റ്റ് ആൻഡ് ക്രൂസ്, അല്ലെങ്കിൽ ഇതുപോലുള്ള സ്ക്രിപ്റ്റുകളൊക്കെ ചെയ്ത് ഒരു ആക്ടിങ് സ്റ്റുഡൻറ്റിൽ നിന്ന് ഒരു ആക്ടറായി ഇവോൾവ് ചെയ്യണം എന്നുള്ളതാണ് ആഗ്രഹം. ഇനിയും ഇങ്ങനെയുള്ള സിനിമകൾ കിട്ടിയേ പറ്റത്തുള്ളൂ. കോമ്പിനേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു സുരാജേട്ടനുമായിട്ട്? സുരാജേട്ടനൊക്കെ എന്താണ്, ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ ആഴ്ച റിലീസായ 2 സൂപ്പർ ഹിറ്റ് സിനിമയിലെ ആക്ടറാണ് അദ്ദേഹം. എമ്പുരാനിലും ഉണ്ട്, വീരധീര സൂരയിലുണ്ട്. ഇതിൽ ഈ 2 സിനിമയിലുള്ള ആളുകൂടെ അഭിനയിച്ച ആളാണ് ഞാൻ. അപ്പോൾ സുരാജേട്ടന് ഇതിനു മുമ്പ് ഞാൻ കുഞ്ഞളീൻ എന്ന് പറഞ്ഞ സിനിമയിൽ, അപ്പോൾ അതിലൊരു ഹ്യൂമർ കോമഡി ഉള്ളൊരു സീനുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്തിട്ടുള്ള ഹ്യൂമർ സീനുകളിൽ വൺ ഓഫ് ദി ബെസ്റ്റ് സീനായിരിക്കും അത്. അതിനുശേഷം ഈ സിനിമയിലും അങ്ങനൊരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. ഒരുപാട് പേര് വിളിച്ച് പറഞ്ഞു ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുമ്പം തീർച്ചയായിട്ടും നമ്മുടെ ഡയറക്ടറിനും സ്ക്രിപ്റ്റ് റൈറ്ററിനും പോലെ തന്നെ നമ്മുടെ കോ ആർട്ടിസ്റ്റിനും അതിൻ്റെ ക്രെഡിറ്റ് പോകും. ഇപ്പൊ സുരാജേട്ടനെ പറ്റി പറയുമ്പോൾ പുള്ളി ഇപ്പം കുറേ നാളായിട്ട് സീരിയസ് റോൾസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇതിലെ ക്യാരക്ടറും ചേട്ടൻ്റെ എങ്ങനെയായിരുന്നു? സുരാജേട്ടൻ്റെ സീരിയസ് ആണോ, പൊളിറ്റിക്സ് ആണെന്ന് പറഞ്ഞു, പൊളിറ്റീഷ്യൻസ് ആണ് നിങ്ങൾ രണ്ടുപേരും. അപ്പൊ എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ, എങ്ങനെയാണ് പോകുന്നത്? ഈ ക്രൂക്കഡ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് സീരിയസ് രീതിയിൽ പോകുന്നവരുണ്ടായിരിക്കും, അല്ലെങ്കിൽ കോമഡി രീതിയിലാണോ? എങ്ങനെയായിരുന്നു ആ ഒരു? ഉദ്ദേശിക്കുന്നത് നന്മയും തിന്മയല്ല, ചെറിയ തിന്മയും വലിയ തിന്മയായിട്ടുള്ള മത്സരമാണല്ലേ ഇത്. ഞാൻ പറയില്ലേ, നമ്മളിത് വളരെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്തിട്ടുള്ള സിനിമയാണ്. അപ്പോൾ ഇതിൽ ചിലപ്പോൾ സീരിയസ് ആയിട്ട് തോന്നിക്കാണാം, ചിലപ്പോൾ അത് പ്രേക്ഷകർക്ക് ആ സമയത്ത് ഹ്യൂമർ ഫീൽ ചെയ്തിട്ടുണ്ടാകും. നമ്മൾ ഹ്യൂമറിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, വളരെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്ത സിനിമയാണ്. അപ്പം ആ സാഹചര്യം പ്രേക്ഷകർക്ക് ഇങ്ങനെ തോന്നുന്നു എന്നുള്ളത് മാത്രമേ. ഇപ്പോൾ രാജുവേട്ടനെ പറ്റി പറയുമ്പോൾ തന്നെ ഒരു പ്രൗഡ് ഫീലിംഗ് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഒബ്വിയസ്ലി നിങ്ങൾ ആദ്യം കൊളീഗ്സ് ആയിരുന്നു, പിന്നെ ഫ്രണ്ട്സ് ആയി. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഒരുമിച്ച് അഭിനയിച്ചിൽ നിന്നും ഇന്ന് രാജുവേട്ടൻ്റെ ഡയറക്ഷനിൽ അഭിനയിക്കുമ്പോൾ എത്രത്തോളം ഒരു എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു സന്തോഷം ആസ് എ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ ചേട്ടനുണ്ടായിരുന്നു? ഇല്ല, പൃഥ്വിയെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് എൻ്റെ ഒരു ചിൽഡ്രൻസ് ഫിലിം ഉണ്ട്, വർണ്ണച്ചിറകൾ എന്ന് പറഞ്ഞിട്ട്. ജയ്കുമാർ IAS ഓഫീസർ സാറാണ് അത് ഡയറക്റ്റ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രിവ്യൂ ഷോ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഗസ്റ്റായിട്ട്
നെൽസൺ മണ്ടേല സാറിൻ്റെ വൈഫായിരുന്നു വന്നിരുന്നത്. അതൊന്നും എനിക്ക് തോന്നുന്നു 6ാം ക്ലാസ്സിൽ നിന്ന് പഠിക്കുന്ന സമയത്താണ്. ഓക്കെ. അപ്പം വിന്നി മണ്ടേല മാം ചേട്ടന്റെ തുടക്കകാലം. തുടക്കകാലം. ഓക്കെ ഓക്കെ. അപ്പോൾ അന്ന് വിന്നി മണ്ടേല മാം വന്നതുകൊണ്ട് നമ്മൾ ആ ഉദ്ഘാടന ചടങ്ങിൽ പ്രിവ്യൂ ഷോയ്ക്ക് മുമ്പ് ഒരു ഉദ്ഘാടന ചടങ്ങുണ്ടായിരുന്നു. ആ ചടങ്ങിൽ വിന്നി മാം ആയിരുന്നു ഗസ്റ്റ്. അപ്പം ഇംഗ്ലീഷ് അറിയുന്ന ഒരാളെ കൊണ്ട്, അപ്പോൾ അന്ന് രാജു ആയിരുന്നത് അന്ന് എന്താ അവിടെ അത് അവതരിപ്പിക്കാനായിട്ട് അവതാരകനായിട്ട് വന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ നായകനായിട്ടുള്ള സിനിമയിൽ ആ പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യാൻ വന്ന ആളാണ് രാജു. അപ്പോൾ അന്ന് എനിക്ക് രാജുവിനെ അറിയാം. ഇത് പറഞ്ഞിട്ടുണ്ടോ മുന്നേ? ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഈ പറയുന്ന പോലെ വിന്നി മാമൊക്കെ വളരെ അപ്രീഷിയേറ്റ് ചെയ്തു. പുള്ളിയുടെ പ്രൊനൗൺസിയേഷനൊക്കെ അന്നേ അപ്രീഷിയേറ്റ് ചെയ്ത ആളാണ്. പിന്നെ അന്ന് ഞാനും വിന്നി മാം, കാരണം ഞാൻ നായകനാണ്, എൻ്റെ അടുത്ത് വിന്നി മാം, ജയകുമാർ സാർ. അപ്പോൾ വിന്നി മാം ഇദ്ദേഹത്തെ ഈ ഹോസ്റ്റ് ചെയ്യാൻ കണ്ടിട്ട് വിന്നി മാം വന്ന് പറഞ്ഞു, സൂക്ഷിച്ചു വെച്ചോളൂ, ലക്ഷങ്ങളിലൊരാൾ പയ്യനാണ്, കൂടെ നിൽക്കണം കട്ടയ്ക്കെന്ന് എന്നെ അടുത്ത് പറഞ്ഞിരുന്നു. അന്ന് ഞാൻ ഇപ്പോൾ എമ്പുരാൻ വരെ എത്തി അദ്ദേഹത്തിൻ്റെ കൂടെ. സീരിയസ് ആയിട്ട് വിചാരിക്കില്ലേട്ടാ ഞാൻ. അയ്യോ, ഇത് മുഖം കണ്ടിട്ട് ഇത്ര സീരിയസ് ആവരുത്. ഞാൻ എമ്പുരാനിൽ അഭിനയിച്ചെന്ന് പറഞ്ഞാൽ സീരിയസ് ഒന്നുമല്ല. അപ്പൊ അന്ന് മുതലേ രാജുവിനെ എനിക്കറിയാം. പിന്നെ ഞങ്ങൾ കാണുന്നതെന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു അനന്തഭദ്രം സിനിമ ഞാൻ തിയേറ്ററിൽ കാണാൻ പോയപ്പോൾ അവിടെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ 2020 സിനിമയുടെ ലൊക്കേഷനിലാണ് പിന്നെ കാണുന്നത്. പിന്നെ നമ്മുടെ യാത്രയിൽ ക്രിക്കറ്റ്, അമ്മ ഷോ, ക്രിക്കറ്റ്, പിന്നെ ഷൂട്ടിങ്, അങ്ങനെ പല സ്ഥലങ്ങളിൽ വെച്ച് പിന്നെ നമ്മൾ സൗഹൃദം ഒരുപാട് അടുത്തിട്ടുണ്ട്. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്തായാലും ഓൾറെഡി ചേട്ടനായിട്ടുണ്ട്. ഡയറക്ടറിന്റെ ഫ്രണ്ട്ഷിപ്പ് പ്രതീക്ഷിക്കുക ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹം വളരെ സ്വീറ്റ് ആയിട്ടാണ് അദ്ദേഹത്തിന്റെ ആർട്ടിസ്റ്റുകളെ, ക്യാരക്ടർ എന്ന ആർട്ടിസ്റ്റുകളെ സമീപിക്കുന്നത്. വളരെ സ്വീറ്റ് ആയിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ 2020 ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്താ പറയണ്ടേ, പുതിയ എല്ലാ രൗദ്രഭാവവും നിറഞ്ഞിരിക്കുന്ന ഒരു യുവ അവതാരപ്രവീണ്, നമ്മൾ ആ സിനിമ ഡയലോഗ് തന്നെ പറയണം. അങ്ങനെ ഇപ്പൊ ഞങ്ങള് അതിലൊരു ഡാൻസ് ഇതായിരുന്നു. അപ്പം രാജു നല്ല ഡാൻസറാണ്. അപ്പം മാസ്റ്റർ വന്നിട്ട് സ്റ്റെപ്പ് ഇടും, രാജു ഇത് ഡാൻസ് ചെയ്യും. അപ്പം മാസ്റ്റർ ചെറുതായിട്ട് എന്തെങ്കിലും വന്നു, രാജു ഇതും കൂടെ ചെയ്ത്, അപ്പോൾ പറയും എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം പുള്ളിയുടെ സ്റ്റൈൽ എപ്പോഴും പുള്ളി മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ്. അപ്പം ഞാൻ ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയ സമയത്ത് എന്തായിരിക്കും എന്നറിയില്ല, ഞാൻ സിംഹാസനം അതിനുശേഷം ചെയ്തിട്ടുണ്ട്. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് തോന്നുന്നു എന്തോ വളരെ സ്നേഹസമയം, പുതിയൊരു ഡയറക്ടർ ഏതൊരു പുതിയ പടം ചെയ്യുന്ന പോലെ അദ്ദേഹത്തിൻ്റെ ഒരു ആ ക്യാരക്ടർ വന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നതും, ഈ എൻ്റെ അടുത്ത് ചെറിയ ക്യാരക്ടർ ആണെങ്കിലും വന്ന് മണി ഇതാണ് സിറ്റുവേഷൻ, ഇങ്ങനെയാണ് അത് എന്ന് പുള്ളി അത് നറേറ്റ് ചെയ്ത് അത് കാണിച്ചു തരും. അപ്പം ഞാൻ വിചാരിച്ചു, എടാ ഇതേത് രാജു, നമ്മൾ കണ്ട രാജു, നമ്മൾ കേട്ട, നമ്മൾ പ്രോഗ്രാം, അമ്മ ഷോ, ഇതെല്ലാം കാണുമ്പോൾ വേറൊരു രാജുവാണ്. പക്ഷേ ആ ഒരു ഇതുണ്ടല്ലോ, അതായത് നമ്മളൊരു ഡയറക്ടർ ആവുന്ന സമയത്ത് ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇദ്ദേഹത്തിൻ്റെ ഇതിലൂടെ ശ്രദ്ധയിലൂടെ തന്നെ പോകണം, എല്ലാ കാര്യങ്ങളും, ലൊക്കേഷനിലെ എല്ലാ കാര്യങ്ങളും. അത് ഷൂട്ടിംഗ് ആയാലും ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്തായാലും അത് അങ്ങനൊരു ഇത് രാജു അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. കാരണം നമുക്ക് വളരെ സന്തോഷം തോന്നി. കാരണം ലൊക്കേഷനിൽ ഓരോ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അത് അപ്രീഷിയേറ്റ് ചെയ്യാൻ വന്നിട്ട്, ഒരു കൊച്ചുകുട്ടിയാലും ഗംഭീരമായിട്ടുണ്ട്. എന്തെങ്കിലും ചെറിയ കാര്യങ്ങളുണ്ടെങ്കിൽ വഴക്കല്ല, അതിങ്ങനെ ചെയ്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞ് നമുക്കത് കാണിച്ചു. അത് വളരെ ചുരുക്കം ഡയറക്ടേഴ്സിൽ ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ. ഇതിന്റെ BTS ഒക്കെ എങ്ങനെയായിരുന്നു? ഷൂട്ടിംഗ് അല്ലാത്ത സമയത്തൊക്കെ എങ്ങനെയായിരുന്നു? അത് സെറ്റിന്റെ ഒരു വൈബ് എന്തായിരുന്നു? ഷൂട്ടിംഗ് അല്ലാത്ത സമയത്ത് നമ്മളോട് എപ്പോഴും ഒരു 2000 ജൂനിയർ ആർട്ടിസ്റ്റും ഒരു 4-5 ഹെലികോപ്റ്ററും, അപ്പോൾ ഇങ്ങനെ ഒരു ഭയങ്കര സെറ്റപ്പ് ആയിരുന്നു. അതുകൊണ്ട് ഇതൊക്കെ കണ്ട് എൻജോയ് ചെയ്യാനേ സമയം കിട്ടിയിട്ടുള്ളൂ. അല്ലാതെ വേറെ ഷൂട്ടിങ്, ഞങ്ങളുടെ ഒരു സീൻ എന്ന് പറയുന്നത് ഹൈദരാബാദ് ഷൂട്ട് ചെയ്ത്, ഞാനും സുരാജേട്ടനൊക്കെ ഉള്ളൊരു സീന്. അത് താജിന്റെ, അതായത് അവിടുത്തെ ഒരു രാജകൊട്ടാരമാണ്. ആ പ്രോപ്പർട്ടി ഇപ്പോൾ താജ് ഏറ്റെടുത്ത് നടത്തിയാണ്. ആ കൊട്ടാരത്തിൽ നമ്മൾ കയറണമെങ്കിൽ പെർ ഹെഡ് നിയർലി 50,000 അടയ്ക്കണം. ആ കൊട്ടാരത്തിൽ കയറണമെങ്കിൽ. പിന്നെ ഒരു കോഷൻ ഡെപ്പോസിറ്റ് പോലെ 25 ലക്ഷം രൂപ ഇതിൽ അടച്ചു വയ്ക്കണം. കാരണം അത് താജിന്റെ പ്രോപ്പർട്ടി, അവർ ഹോട്ടൽ പോലെയാണ് ഇപ്പോൾ, പക്ഷെ അത് വലിയ കൊട്ടാരം പോലെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ സിനിമയുടെ ക്രൂ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച്, അതായത് 300 വരെ 400 വരെയുള്ള ക്രൂ ആണ്. അപ്പം അതിന് ഇത്രയും പൈസ കൊടുത്ത് ആ സ്ഥലത്ത് കയറി, അങ്ങനെ എന്ന് പറഞ്ഞാൽ വന്ന് കാണുന്ന പ്രേക്ഷകർക്ക് ആ ഒരു ഫീൽ ഉണ്ടാവണം. ലൂസിഫറിന് ശേഷം എമ്പുരാൻ എന്ന് പറയുമ്പോൾ ആ ഒരു ബ്രഹ്മാണ്ഡ സിനിമയുടെ ഫീൽ ഉണ്ടാവണം. അത് തന്നെ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഇത്രയും പേരുടെ ക്രൂവിന് ഇങ്ങനെ ഒരു പെർ ഹെഡിന് 50,000 രൂപ അടച്ചു വയ്ക്കണം, 25 ലക്ഷം രൂപ അല്ലാതെ കെട്ടിവെക്കണം. കാരണം നമ്മളൊരു അവിടെ കേടുപാടുകൾ വരുത്താൻ പാടില്ല. എന്നിട്ട് ഞങ്ങളത് ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട്, വലിയ സീനാണ്. അത് നമ്മൾ ഒരു ദിവസം കൊണ്ട് പ്ലാൻ ചെയ്ത സീൻ ഒരു ദിവസം കൊണ്ട് തന്നെ തീർത്തു. കാരണം അദ്ദേഹം അത്രമാത്രം ഫോക്കസ്ഡ് ആണ്, അത്രമാത്രം കോൺഫിഡൻസ് ആണ് അദ്ദേഹത്തിന്റെ സിനിമയിലും അദ്ദേഹത്തിന്റെ ക്യാരക്ടറിലും എല്ലാത്തിലും. ഞാൻ സത്യം പറഞ്ഞാൽ കൊട്ടാരമൊക്കെ കണ്ട്, രാജാവിന്റെ ഫോട്ടോയൊക്കെ കണ്ട്, ഇങ്ങനെ നമുക്കൊരു ഭയങ്കര അത്ഭുതമായിരുന്നു ആ സംഭവമൊക്കെ.
മഞ്ജു ചേച്ചി ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ രാജുവേട്ടൻ സ്ക്രിപ്റ്റ് പറയുമ്പോൾ നമുക്ക് തിരിച്ച് ഡൗട്ട് ഒന്നും ചോദിക്കേണ്ട ആവശ്യം വരത്തില്ല, അത്രയും ക്ലിയർ കട്ടായിട്ടായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സെയിം തന്നെയായിരുന്നു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്? എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു നരേഷൻ, ആ ഒരു സ്റ്റോറി മഞ്ജു ടെല്ലിംഗ്? ചേച്ചിയെ സംബന്ധിച്ച് ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ആർട്ടിസ്റ്റാണ്, അതുകൊണ്ട് സംശയം ഉണ്ടാവില്ല. എന്നെ സംബന്ധിച്ച് എന്തായാലും 150 സംശയമായിരിക്കും. കാരണം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ. പുള്ളി ഒന്ന് അത് കറക്റ്റായിട്ട് ഇടാ ഇത് ചെയ്യുന്നു എൻ്റെ അടുത്ത് പറഞ്ഞാൽ തന്നെ ഞാനത് 10-25 തൊട്ടാണ് അത് അതേപോലെ ആവാൻ ശ്രമിക്കുന്നത്. അപ്പോൾ മഞ്ജു ചേച്ചിയുടെ ഒരു ഇത് എനിക്ക് തോന്നി സിനിമയിൽ മഞ്ജു ചേച്ചി ഒരു ഗംഭീര പെർഫോമൻസ് ആണ്. എനിക്കൊന്ന് ലൂസിഫറിനെക്കാളും കുറച്ചും കൂടെ എക്സ്റ്റെൻഡഡ് ആയിട്ടുണ്ടല്ലേ അതങ്ങനെ തന്നെ ആവണമല്ലോ. അപ്പം അത് ചേച്ചിയൊക്കെ ചേച്ചിയുടെ ഇൻ്റർവ്യൂവിലൂടെ നമുക്കത് കാണാൻ സാധിക്കുന്നു, കേൾക്കാൻ സാധിക്കുന്നു. പക്ഷേ നമ്മൾ സ്ക്രീനിൻ്റെ ഞാൻ ചേച്ചിയുടെ ഒരു സീൻ എടുക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. ചേച്ചിയുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ, ഈ പ്രിയദർശിനി രാമദാസിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ. നമ്മളടുത്ത് ഇരുന്ന് സംസാരിക്കുമ്പോൾ ഞാനൊക്കെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. കുറച്ച് അവിടെ ഇപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ അത് നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യം തന്നെയാണ്. ഇപ്പം രാജു അത് നമ്മളടുത്ത് പറയുന്ന സമയത്ത് സംശയം പലർക്കും ഉണ്ടാവില്ല. പക്ഷെ എനിക്ക് പുള്ളി പറയുന്ന സമയത്ത് ദൈവമേ ഇതെങ്ങനെ ചെയ്യും, ഇത് അതേപോലെ ചെയ്യാൻ പറ്റണേ ഈശ്വര. 100 നേർച്ചകളും വഴിപാടൊക്കെ ചെയ്തിട്ടാണ് കയറുന്നത്. ഇത് ഇന്നലെ റിലീസായ ഒരു പടമാണ്. പക്ഷെ റിലീസിന് ശേഷം തന്നെ സോഷ്യൽ മീഡിയയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ തരത്തിലുള്ള നെഗറ്റീവ് കമന്റ്സ്, ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, ഒത്തിരി രീതിയിലുള്ള നെഗറ്റീവ്സ്. അതായത് ചില രീതിയിൽ ചില പൊളിറ്റിക്കൽ പാർട്ടീസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മൂവി ആയിട്ട് ആ ഒരു രീതിയിലും, ചില റിലീജിയസ് പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 2002 നടന്ന ഗുജറാത്ത് കലാപം അതിനെയൊക്കെ വെച്ചിട്ടൊക്കെ ആൾക്കാർ ഇതിനെപ്പറ്റി നെഗറ്റീവ് രീതിയിൽ പോർട്രേ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് 1 ഡേ മാത്രമേ റിലീസ് ആയിട്ടുള്ളൂ. അപ്പൊ ഇപ്പൊ തന്നെ ഒരു ഹേറ്റ്രഡ് അല്ലെങ്കിൽ ആ ഒരു ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട് ഓൾറെഡി. ഇതിപ്പോ ഈ ഒരു പടത്തിൽ നിന്നല്ല, നമ്മൾ പൊളിറ്റിക്സ് അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള എന്ത് കാര്യം പറഞ്ഞാലും ഒബ്വിയസ്ലി ഒത്തിരി ഒപ്പീനിയൻസ് വരും. ഒപ്പീനിയൻസ് വരിക എന്നതിനപ്പുറം അത് ഈ ഹേറ്റ്രഡ് പോലെ പോകുമ്പോൾ അത് സിനിമേനെ ഒത്തിരി ബാധിക്കും, അല്ലെങ്കിൽ നമ്മുടെ മൊത്തം മേഖലയെ അഫക്റ്റ് ചെയ്യുന്നുള്ള ഒരു കാര്യമാണ്. അത് ചേട്ടൻ എങ്ങനെ നോക്കി കാണുന്നു ഈ ഒരു നെഗറ്റീവ് വരുന്നതിനെ? സിനിമയായിട്ട് കാണുക എന്നുള്ളതാണ്. പിന്നെ നമ്മളിപ്പോൾ ലൂസിഫർ പറഞ്ഞ സമയത്തും നമ്മുടെ ഇന്ത്യയിലുള്ള ഒരുവിധമുള്ള എല്ലാ പാർട്ടികളെയും വിമർശിച്ചിട്ടുണ്ട് അല്ലേ. അത് എമ്പുരാനിൽ വരുമ്പോഴും ഒരു പൊളിറ്റിക്കൽ ഇത് പറയുന്ന സിനിമയാണ്. അപ്പോൾ വിമർശനങ്ങളുണ്ടാകും. വിമർശനങ്ങളെ ആരോഗ്യപരമായിട്ടുള്ള വിമർശനങ്ങളാണ് ഈ സിനിമയിലുള്ളത്. അതിനെ അങ്ങനെ കാണുക. പിന്നെ നമ്മുടെ സൊസൈറ്റിയിൽ ഈ പറയുന്ന പോലെ മാങ്ങയുള്ള മാവിൽ കല്ലെറിയപ്പെടും. അപ്പോൾ എല്ലാ വിമർശനങ്ങളെയും സിനിമ എടുക്കുന്ന സമയത്ത് പ്രേക്ഷകർ ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തായിരിക്കും മണിക്കൂട്ടൻ്റെ രാഷ്ട്രീയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇലക്ഷൻ വോട്ട് ചെയ്യുന്ന സമയത്ത് ചെയ്യും, അല്ലെങ്കിൽ എൻ്റെ സിനിമയിൽ എന്തെങ്കിലും വരുന്ന സമയത്ത് ഞാൻ കുറച്ച് പറയുമായിരിക്കാം. എൻ്റെ ഒരു സിനിമാ പ്രവർത്തകൻ എന്ന രീതിയിൽ എൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനങ്ങളെ, പ്രേക്ഷകരെ എൻ്റർടൈൻ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയം. അപ്പോൾ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളായിരിക്കാം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഇപ്പം നമ്മൾ മുരളിച്ചേട്ടൻ്റെ സിനിമകൾ എടുക്കുന്ന സമയത്ത്, മുരളി ഗോപിച്ചേട്ടൻ്റെ സിനിമകൾ എടുക്കുന്ന സമയത്ത് കമാര സംഭവം ഇതുപോലുള്ള ചരിത്രപരമായിട്ടുള്ള രാഷ്ട്രീയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ടിയാനിലും രാഷ്ട്രീയം പറയുന്നുണ്ട്. അപ്പം സിനിമയായിട്ട് കാണുക, ഏത് സിനിമയായാലും നമ്മൾ സിനിമയായിട്ട് കാണുക. അതെ. ഇപ്പോൾ എമ്പുരാൻ കഴിഞ്ഞു, ഇനി ഇതിന്റെ 3rd പാർട്ട് വരുന്നുണ്ടെന്ന് പറയുന്നു. സോ അതിലൊരു പാർട്ട് കാണുമോ? എങ്ങനെയാണ് അതിനെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ രാജുവേട്ടൻ? നമുക്ക് ഇതിന്റെ 3rd പാർട്ട് കാണാം എന്നുള്ളൊരു സൂചന തന്നിട്ടുണ്ടോ? കാരണം ഈ ഒരു പടത്തിനെ പറ്റി ഭയങ്കര നിഗൂഢതകളാണ് ആദ്യം മുതലേ കീപ്പ് ചെയ്യുന്നത്. ഒന്നും അങ്ങ് ക്ലിയർ ആയിട്ട് അങ്ങ് ഔട്ട് ചെയ്തിട്ടില്ല. ഒരു സസ്പെൻസ് ഹോൾഡ് ചെയ്ത് വെക്കുന്നതായിരിക്കാം. എന്നാലും ഈ ഒരു കാര്യം ഇല്ല. ഞാൻ ഇപ്പൊ ഫസ്റ്റ് ലൂസിഫർ ഡബ് ചെയ്യാൻ പോയ സമയത്ത് ഞാൻ കണ്ണൂർ മാമാങ്കം എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മാമാങ്കം എന്ന സിനിമയുടെ ലൊക്കേഷനിൽ നിന്നാണ് ഞാൻ ഇതിൽ ഡബ് ചെയ്യാൻ വരുന്നത്. അപ്പോൾ മാമാങ്കത്തിൽ വന്ന് ഫൈറ്റ് സീനിന്, അതായത് കണ്ണവനം കാട്ടി വെച്ച് ഞാനും നമ്മുടെ സുരേഷ് കൃഷ്ണ ചേട്ടനെ കൂടെ കൺവിൻസിങ് സ്റ്റാർ ഒക്കെ കൂടെ ഭയങ്കര ഫൈറ്റ് കഴിഞ്ഞിട്ട് അന്ന് രാത്രി റൂമിൽ വന്നപ്പോഴാണ് രാത്രിയാണ് എന്നെ വിളിക്കുന്നത്. ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേന് മണിക്കൂടെ ഇങ്ങനെ ലൂസിഫറിലൊരു ക്യാരക്ടറിന് ഡബ് ചെയ്യാൻ പറ്റും, ട്രിവാൻഡ്രം സ്ലാങ് ആണ്, മണിക്കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ. അപ്പോൾ എൻ്റെ ഷൂട്ടിംഗ് ഒന്ന് തീർന്നു. അപ്പോൾ ഞാൻ അടുത്ത ദിവസം ഫ്ലൈറ്റിൽ ട്രിവാൻഡ്രം പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ ഞാനൊരു കാര്യം ചെയ്യാം, അപ്പോൾ നാളെ ഒന്ന് വരാൻ പറ്റുമോ, കാരണം രാജുവിനൊന്ന് കേൾക്കാനായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ നമുക്ക് അവസരങ്ങൾ വല്ലപ്പോഴേ വരാവുള്ളൂ. ഞാൻ എന്ത് ചെയ്ത് നമ്മുടെ മാനേജറിട്ട് പറഞ്ഞു, എന്തെങ്കിലും എന്തെങ്കിലും കിട്ടുമോ നോക്കുക, എറണാകുളത്ത് ഇന്ന് രാത്രി തന്നെ എത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ ട്രെയിനില്ല. ഞാൻ പറഞ്ഞു, ചേട്ടാ ബസ്, ഞാൻ നോക്ക് ബസ്. അങ്ങനെ രാത്രി ബസ് വിളിച്ചു ഞാൻ എറണാകുളം വന്നു. എറണാകുളത്ത് വന്നിട്ട് പിറ്റേ ദിവസം രാവിലെ വന്ന് ഞാൻ ഡബ് ചെയ്തു കഴിഞ്ഞിട്ട്
ഡബ് ചെയ്തപ്പോൾ എനിക്ക് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് നോക്കിയപ്പം അന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു, സെക്കൻഡ് പാർട്ടൊക്കെ ചിലപ്പോൾ ഉണ്ടാവുന്ന സംസാരിക്കുന്ന പോലെ തോന്നി. ഓക്കെ. അപ്പം പക്ഷേ എല്ലാ സിനിമയുടെ വിജയം ഇതിനെ ബാധിക്കും, എങ്ങനെ ജനങ്ങൾ എടുക്കും എന്നുള്ളത്. ഞാൻ ഡബ് ചെയ്ത് കഴിഞ്ഞ് സിനിമ റിലീസായി, ലൂസിഫർ റിലീസായി കഴിഞ്ഞപ്പോഴത്തേന് അപ്പോൾ സെക്കൻഡ് പാർട്ടിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ എനിക്ക് സന്തോഷമായി. കാരണം ഡബിങ് നമ്മുടെ ഇയാൾ മരിച്ചിട്ടില്ല, അനീഷ് മരിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും അടുത്ത സിനിമ പാർട്ടി ഡബിങ് ഇങ്ങനെ ഉണ്ടാവും. പക്ഷേ ഈ നമ്മുടെ ചില ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ, ചില അത്യാഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ. ഇപ്പൊ സ്റ്റീഫൻ നെടുമ്പള്ളിയെ നമ്മൾ കണ്ട്, ലാസ്റ്റ് ലാലേട്ടൻ്റെ ഒരു ഖുറേഷി അബ്രഹാം വരുന്നുണ്ട്. അപ്പൊ ഈ ഖുറേഷി അബ്രഹാമിനെ കുറച്ച് കൂടുതലെടുത്ത് അറിയണമെങ്കിൽ ഡബിങ് ചെയ്താൽ പറ്റില്ല. കുറെ സിനിമയിൽ അഭിനയിച്ച കുറച്ച് കൂടുതൽ രാജുവിൻ്റെ അടുത്തുള്ള ഫ്രണ്ട്ഷിപ്പ് വെച്ച് അറിയാൻ സാധിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാനപ്പം അവരെ വിളിച്ചു, അടുത്ത പാട്ടിൽ എനിക്കൊരു അവസരം തരണം. എൻ്റെ മനസ്സിൽ കിടക്കുന്ന ഇവരെ കൂടെ അഭിനയിക്കുന്നത് പോലെ തന്നെ ഖുറേഷി അബ്രഹാമിനെ കുറിച്ച് ആൾക്കാർ അറിയുന്നതിനേക്കാൾ നേരത്തെ അറിയാം എന്ന രീതിയിൽ, നേരത്തെ നിഗൂഢതകളെ കുറിച്ച് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനെ ഞാൻ ലൊക്കേഷനിൽ ചെന്ന സമയത്ത് ഈ ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു, അനീഷിന് ഇപ്രാവശ്യം ഞാൻ തന്നെ ഡബ് ചെയ്യും. കാരണം ആ ക്യാരക്ടർ ഫസ്റ്റ് പാർട്ട് ഞാനാണ് ഡബ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം 2 ഞാൻ തന്നെ ഡബ് ചെയ്യും. അപ്പം എൻ്റെ ഡബിങ് ഞാൻ ചെയ്യും, വേറെ രീതി ചെയ്യും. അത് ഓക്കെ ആണെങ്കിൽ വെക്കുക, ഇല്ലെങ്കിൽ വേറെ ആളെ കൊണ്ട് ചെയ്യുന്നതിൽ എനിക്ക് പ്രശ്നമില്ല. അനീഷിന് പക്ഷേ ഞാൻ തന്നെ ഡബ് ഇതിൽ അഭിനയിച്ചാൽ. അപ്പോൾ ഓക്കെ, അത് അവർ അത് സമ്മതിച്ചു. ഞാൻ എന്നിട്ട് സീനിലേക്ക് കടന്ന സമയത്ത് കഴിഞ്ഞിങ്ങനെ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ രാജുവിൻ്റെ വെച്ചു, എന്നാലും ഖുറേഷി അബ്രഹാം വന്നിട്ട് മറ്റേവരൊക്കെ ഞെട്ടിപ്പോയല്ലോ, മറ്റേ ഋഷി കപൂർ അവരൊക്കെ വിളിച്ചിട്ട് ഞെട്ടിപ്പോയല്ലോ, എന്തായിരിക്കും സംഭവം എന്ന് പറഞ്ഞ് സീൻ തന്നില്ലേ, ആ ഡയലോഗ് ഇരുന്ന് പഠിച്ചു കേട്ടോ. എന്നിട്ട് പുള്ളിയാ അവിടെ അപ്പം ആ നിഗൂഢതകളുണ്ട്, നമ്മളടുത്തത് ഓപ്പൺ ആയിട്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സിനിമയെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എല്ലാം ഉണ്ട്. എനിക്ക് മുരളിച്ചേട്ടനും രാജുവിനും ആ ഒരു കോംബോ കറക്റ്റാണ് അവിടെ. അപ്പോൾ ശരി, ഇനി അറിയാവുന്നില്ല, പ്രേക്ഷകരെ പോലെ സിനിമയെ കണ്ടത് എനിക്കും അബ്രഹാം ഖുറേഷി അറിയാൻ സാധിക്കത്തുള്ളൂ. ഇപ്പൊ നിങ്ങൾ തേർഡ് പാർട്ടിനെ കുറിച്ച് ചോദിച്ചാലും തേർഡ് പാർട്ടി ഷൂട്ടിംഗ് തുടങ്ങുമ്പോഴേ എനിക്ക് അറിയാൻ സാധിക്കുള്ളൂ, അല്ലാതെ വേറൊന്നും. എനിക്ക് വെച്ചാൽ ഞാൻ ഈ ഡബിങ്ങിന്റെ കാര്യം പറഞ്ഞ സമയത്ത് എൻ്റെ ക്യാരക്ടറിന് ഞാൻ തന്നെയാണ് ഡബ് ചെയ്ത്, അനീഷിന്റെ ക്യാരക്ടറും ഞാൻ തന്നെയാണ് ഡബ് ചെയ്തത് ഈ പടത്തിൽ. അപ്പം ഞാനില്ലാത്ത സീനിലും നിങ്ങൾക്ക് എന്റെ പ്രസൻസ് അറിയാൻ സാധിക്കും. എന്റെ ശരീരവും ശബ്ദവും ശരീരം എന്ന് പറഞ്ഞ ശബ്ദമാണ്. അപ്പൊ ഇത് രണ്ടും അവിടെ ഉണ്ട്. അപ്പൊ ഒരു സിനിമയിൽ അഭിനയിക്കാനും അറ്റ് ദ സെയിം ടൈം വേറൊരു ക്യാരക്ടറും ഡബ് ചെയ്യാൻ സാധിച്ചു. അപ്പൊ പക്ഷെ ഇതുവരെ ആരും അത് കണ്ടുപിടിച്ചില്ല, രണ്ടും ഞാൻ തന്നെയാണ് ഡബ് ചെയ്തേക്കുന്നത്. എല്ലാവരും വിചാരിച്ചു മറ്റേ ക്യാരക്ടറും ഞാനും എന്റെ ക്യാരക്ടറിന് വേറെ ആരും ഡബ് ചെയ്തേക്കുന്നതാണ്. അത് ആസ് എൻ ആക്ടിങ് സ്റ്റുഡൻറ് എന്ന രീതിയിൽ എനിക്ക് കിട്ടിയൊരു വലിയ ഭാഗ്യമായിട്ട് കണക്കാക്കിയത്. അങ്ങനെ ഡബ്ബിങ്ങിലും നമുക്ക് ചെയ്യാൻ സാധിച്ചത്. ലൂസിഫർ 3 എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് തിയേറ്ററിൽ പോയി വരും ദിനങ്ങളിൽ അറിയാം.